നവകേരള സദസ്സിനിടെ ഉണ്ടായ അംഗരക്ഷകരുടെ അതിക്രമത്തിലെ ഉന്നതതല ഇടപെടൽ SIT അന്വേഷിക്കും. അന്വേഷണ ഉദ്യോഗസ്ഥനെ 2 തവണ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചു. അന്നത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ പേരൂർക്കട ഓഫീസിലേക്കാണ് വിളിപ്പിച്ചത്. മർദ്ദിക്കുന്ന വീഡിയോ കണ്ടിട്ടില്ലെന്ന് റിപ്പോർട്ടിൽ ചേർത്തത് ഇതിന് ശേഷമാണെന്നാണ് സൂചന. DYSP സുനിൽ രാജാണ് കേസ് അന്വേഷിച്ചത്. R അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി. അനന്തൻ, പുതിയ സർക്കാരിന്റെ ആദ്യത്തെ നീക്കങ്ങളിൽ ഒന്ന് ഈ രക്ഷാപ്രവർത്തനം പുനരന്വേഷിക്കുക എന്നുള്ളതായിരുന്നു. ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെ അതിന് നിയോഗിച്ചിരിക്കുന്നു. എന്തെല്ലാമാണ് നടപടിക്രമങ്ങൾ തുടങ്ങിയോ? അഭിലാഷ്, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട യാത്രയ്ക്കിടെ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ അടക്കമുള്ള അംഗരക്ഷകർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. SIT ആണ് അന്വേഷണം നടത്തുന്നത്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പ്രാഥമികമായ വിവരങ്ങൾ തേടിയപ്പോൾ വലിയ അട്ടിമറി ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നു എന്നാണ് അന്വേഷണ സംഘത്തിന് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ അട്ടിമറിക്ക് പിന്നിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ ഉന്നത തലത്തിലുള്ള ഇടപെടൽ ഉണ്ടായി എന്നും ഇപ്പോൾ സംശയം ബലപ്പെടുകയാണ്. കാരണം അന്ന് ആലപ്പുഴ DYSP സുനിൽ രാജാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയത്. ആ അന്വേഷണത്തിൽ നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് ഈ മർദ്ദിക്കുന്ന വീഡിയോ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ആദ്യഘട്ടം തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഈ വീഡിയോ ഉണ്ട്, പക്ഷേ അത് ഡ്യൂട്ടിക്കിടയിൽ സംഭവിച്ച മർദ്ദനം എന്ന രീതിയിലായിരുന്നു റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നത്. പക്ഷേ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയ ശേഷം DYSP സുനിൽ രാജനെ 2 തവണ തിരുവനന്തപുരത്ത് പേരൂർക്കടയിലെ അന്നത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി എന്നാണ് ഇപ്പോൾ SIT കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല, ആ സന്ദർശനത്തിന് ശേഷം, തിരുവനന്തപുരം സന്ദർശനത്തിന് ശേഷമാണ് അന്വേഷണ റിപ്പോർട്ട് അപ്പാടെ മാറിയത്. അതിൽ ഇങ്ങനൊരു വീഡിയോ കണ്ടിട്ടേയില്ല, അങ്ങനൊരു മർദ്ദനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ മറ്റൊരു നിലപാട് ആ റിപ്പോർട്ടിൽ ഉണ്ടായത് ആ സന്ദർശനത്തിന് ശേഷമാണ്. അപ്പോൾ ആ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ, ആ കേസിലെ പ്രതികളായ അംഗരക്ഷകർക്ക് അനുകൂലമായ രീതിയിൽ ഉന്നത തലത്തിൽ ഇടപെടലുണ്ടായി, ആ അന്വേഷണത്തിൽ അട്ടിമറി ഉണ്ടായി എന്നൊരു വിലയിരുത്തലിലേക്കാണ് ഇപ്പോൾ SIT എത്തിയിരിക്കുന്നത്. SP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇപ്പോൾ അന്ന് ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച DYSP അതുപോലെ തന്നെ SIമാരടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രാഥമികമായ വിലയിരുത്തൽ ഇതിൽ അട്ടിമറി നടന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഈ അന്വേഷണത്തിന് ഏറ്റവും തെളിവായി മാറേണ്ടിയിരുന്ന ആ വീഡിയോ അത് പൂർണ്ണമായും ഒഴിവാക്കുകയായിരുന്നു ഈ റിപ്പോർട്ടിൽ. അത് ഈ അംഗരക്ഷകരെ രക്ഷിക്കാൻ വേണ്ടി ബോധപൂർവമായ ഇടപെടലാണ് ഉണ്ടായിരിക്കുന്നത്. അതിന് ഉന്നതതലത്തിൽ നിന്നാണ് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത്. ആ ഉന്നതതലത്തിൽ നിർദ്ദേശം നൽകിയത് ആരാണ് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനാണ് ഇപ്പോൾ SIT ഒരുങ്ങുന്നത്. ഏതായാലും അടുത്ത ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് സമർപ്പിക്കും. തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട നീക്കമാണ്. ഉന്നതതല ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്ന കാര്യം കൂടി പരിശോധിക്കപ്പെടുകയാണ്. അന്നത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഓഫീസിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തിയാണ്, ഉന്നതതല ഇടപെടലിലൂടെയാണ് അന്നത്തെ ആ കേസ് അട്ടിമറിക്കപ്പെട്ടത് എന്നാണ് ലഭ്യമാകുന്ന സൂചന.